ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ കുറേ അധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ഡിസൈന് നിങ്ങൾ ഉണ്ടാക്കിയത്, എങ്ങനെയാണിത് ക്രാഫ്റ്റ് ചെയ്തത്, എങ്ങനെയാണ് ഇൻസ്പയർഡ് ആയത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാമോ, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിച്ചവർക്കും എങ്ങനെയാണ് ഈ ഒരു ഡിസൈന് നമ്മൾ ഇൻസ്പയർഡ് ആയത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഇതിന് ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര മീറ്റർ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്, ഏതൊരു സൈസിലാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കൂടെ നമ്മളിതിൽ ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയലിൻ്റെ ഡിസ്ക്രിപ്ഷനും നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ ഈ ഒരു ഷോർട്സ് ആയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു, പക്ഷെ കുറേ അധികം ആൾക്കാരിലേക്ക് റീച്ച് ആയിട്ടുള്ളത് ഇപ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഒന്നും കൂടെ റിക്രിയേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഒരു വ്ളോഗ് പോലെ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ചെന്നൊന്ന് കണ്ടു നോക്കുക. ഇതിനെങ്ങനത്തെ റിങ്ങാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ആ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രമായിട്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് ലോകം മുഴുവനും നമ്മുടെ ടൈലറിങ്ങിലേക്ക്, അതായത് ഈ ലോകത്തെ മൊത്തം നമ്മുടെ ടൈലറിങ്ങിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അതായത് നമ്മൾ പോകുന്നിടത്തൊക്കെ നമുക്ക് ഇൻസ്പയർ ചെയ്തിട്ട് നമുക്ക് ഓരോ പ്രൊഡക്റ്റും ഉണ്ടാക്കി നമ്മുടെ സിഗ്നേച്ചർ, അതായത് നമ്മുടെ യുണീക്ക്നെസ് ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാൻ ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ജേണീനെ കുറിച്ചാണ് നിങ്ങളോട് ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. ഇത് ഞങ്ങൾ ഊട്ടിയിൽ പോയിട്ടുണ്ടായിരുന്ന സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നമ്മൾ ഏതൊരു പ്രൊഫഷനാണ് ചെയ്യുന്നതെങ്കിലും അതിലൊരു യുണീക്ക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന യാത്രകളും നമ്മൾ ദിവസേന ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നമ്മുടെ ആ ഒരു പ്രൊഫഷനെ യുണീക്ക്നെസ് ആയിട്ട് കൊണ്ടുവരാൻ, അതായത് ലോകത്തിന് മുന്നിൽ നമ്മുടെ ആ ഒരു സിഗ്നേച്ചർ തെളിയിക്കാൻ, നമുക്ക് ഈ ഒരു കഴിവുണ്ട് എന്ന് നമുക്ക് ലോകത്തിന് അറിയിക്കാൻ, നമുക്ക് ചുറ്റുപാടിലേക്ക് ഒതുങ്ങാതെ നമ്മുടെ ലോകത്തിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഞാൻ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പഴയ തുണികൾ വെച്ചിട്ട് എങ്ങനെ തയ്ച്ച് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതും എടുക്കാവുന്നതാണ്. കാരണം ഡ്രസ്സുകൾ തയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആൾക്കാർ നമ്മുടെ ചാനലുകൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്ക്കുന്ന ഡ്രസ്സുകൾ നോർമൽ ഡ്രസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുക, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. ഈ ഒരു ഫ്ലവേഴ്സ്, കുറേ അധികം ഫ്ലവേഴ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയയാണ് ഈ ഒരു നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു ക്ലിപ്പിലുള്ള ഡാൻസിൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം അതെൻ്റെ മോൾക്ക് വേണ്ടിയിട്ട്, അതായത് മോൾക്കും ഫ്രണ്ട്സിനും കുറച്ച് പേർക്ക് മാത്രം അതൊന്ന് ചെയ്തു നോക്കി. അതിൻ്റെ ക്ലിപ്പാണ് നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണുന്നത്. ഇതിൽ നമ്മളൊരു 5 പേർക്കാണ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ട്രയൽ എന്നുള്ള നിലയ്ക്കും അതിന് കുറേ അധികം മെറ്റീരിയൽസ് വേണം എന്നുള്ള കാര്യത്തിന് നമുക്ക് ആദ്യം തന്നെ കുറേ ഇൻവെസ്റ്റ്മെൻ്റ് ഇട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള സാരി വെച്ചിട്ടായിരുന്നു ആദ്യം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ ഇതിലിട്ടേക്കുന്ന ബ്ലാക്ക് ആ ഒരു ഇന്നർ മോഡൽ ഒരു ബനിയാനായിട്ടാണ് ഇട്ടത്. താഴത്തേക്കുള്ള സ്കേർട്ട് മാത്രമാണ് നമ്മളിതിൽ തയ്ച്ചത്. അതിന് താഴത്തേക്കുള്ള ലെയേഴ്സ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം നമ്മൾ 2 സാരി വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒരാൾക്ക് തന്നെ ഇതിൽ നമ്മൾ 4 ലെയർ ചെയ്തതുകൊണ്ട് ഒരാൾക്ക് 6 മീറ്റർ ഫാബ്രിക് സ്കേർട്ടിന് മാത്രം വേണ്ടി വന്നു. ആ ഒരു ലെയേഴ്സ് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 6 മീറ്ററാണ് നമ്മൾ സ്കേർട്ടിന് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ മെയിൻ, അതായത് നിങ്ങൾ ആദ്യം കണ്ട ആ ഒരു ഡ്രസ്സിലേക്ക് നമ്മൾ സ്കേർട്ടിന് വേണ്ടി മാത്രം 10 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ ഡിസൈൻസും കാര്യങ്ങളും ആളുകളിലേക്ക് എത്തിക്കാൻ കിട്ടുന്ന ഓരോ
സിറ്റുവേഷൻസ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്കിത് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ നല്ല പോലെ ആ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻ, അതായത് ഇത് ഞാനൊരു ഫ്ലവേഴ്സിൽ നിന്നാണ് ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിരുന്നത്. അതേപോലെ നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ഒരു കാര്യം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. എനിക്ക് തയ്ക്കാൻ അറിയാം, ഞാൻ വീട്ടിലിരുന്ന് നല്ല പോലെ തയ്ക്കുന്നുണ്ട്, അത് ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അല്ലാതെ ഞാൻ തയ്ക്കുന്നത് നാട്ടുകാർ സ്വപ്നത്തിൽ കണ്ടിട്ട് വന്ന് നമുക്ക് ഓർഡേഴ്സ് ഒന്നും തരത്തില്ല. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ പരസ്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ, അതായത് ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു 5 പേർക്ക് ചെയ്തു കൊടുത്ത ഒരു ഡിസൈന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പ്രോഗ്രാമിൽ 30 കുട്ടികൾക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഓരോ ഡ്രസ്സിനും, അതായത് അവരുടെ സ്കേർട്ടിന് 10 മീറ്ററും ടോപ്പിന് 1 മീറ്ററും വെച്ച് 11 മീറ്റർ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു 5 പേരിൽ ചെയ്ത് അതൊരു സ്റ്റേജിലേക്ക് എത്തിച്ചത് കൊണ്ട്, ആൾക്കാരിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് ഈ ഒരു ഡിസൈന് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റും എന്ന് ആൾക്കാർക്ക് മനസ്സിലായത്. അതാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ ഓരോ യാത്രകളും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നമ്മുടെ പ്രൊഫഷന്, നമ്മൾ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ്റെ യുണീക്ക്നെസ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു യുണീക്ക്നെസ് ആളുകളിലേക്കും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന മേഖലയായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഡിസൈൻ ഇൻസ്പയർഡ് ആവാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യണം എന്നല്ല കേട്ടോ ഞാനിതിൽ പറയുന്നത്. നിങ്ങളുടെ ഓരോ ദിവസത്തെ പ്രവർത്തികളും, നിങ്ങൾ ഓരോ ദിവസം കാണുന്ന എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു യുണീക്ക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഓർഡേഴ്സ് കുറേ കിട്ടുക. നിങ്ങൾക്കിത് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരിലേക്കും കൂടെ അതുവഴി എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾക്ക് തന്നെ ഏറ്റവും നല്ല രീതിയിൽ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്, ഇതെങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തത്, ഇതേപോലെ ഇങ്ങനെ വിരിഞ്ഞ് വരാനുള്ള റീസൺ എങ്ങനെയാണ് അത് ചെയ്തെടുത്തത്, പാറ്റേൺ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നോർമലി നമ്മൾ അംബ്രല്ല സ്കേർട്ട് തയ്ക്കില്ലേ, 360 ഡിഗ്രി വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു സ്കേർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എത്ര ലെയേഴ്സാണോ വേണ്ടത് അത് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ആൾട്ടർനേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളതിനെ ഒരു റിങ്ങിലേക്ക് ഘടിപ്പിച്ച് നിർത്തിയിട്ടാണ് ഇത്, ആ ഒരു റിങ് പൊക്കുമ്പോഴാണ് ഇതൊരു ഫ്ലവർ പോലെ, അതായത് ഒരു റോസ് പോലെ വിരിഞ്ഞ് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസിൽ ഇതിനെ കളർ കോമ്പിനേഷൻസിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പാറ്റേൺ മേക്കിംഗ്, കട്ടിങ്, സ്റ്റിച്ചിങ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് നോട്ടിഫിക്കേഷൻ ബെല്ല് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. കാരണം നമ്മുടെ വ്ലോഗ് കുറച്ച് പേരിലേക്ക്, അതായത് അധികം പേരിലേക്ക് ഇപ്പോഴാണ് റീച്ച് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വന്ന കമൻസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സീരീസിലേക്കും കൂടെ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മുടെ ചലഞ്ചിലേക്ക്, നമ്മുടെ ചാനലിലൊരു ചലഞ്ച് നടത്തുന്നുണ്ട്, തയ്യലിലൂടെ വരുമാനം നേടാൻ ഉള്ളൊരു ചലഞ്ച് നടക്കുന്നുണ്ട്. ലൈവ് സെഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മളതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത് എന്ന് കുറേ കമൻറ്റ് വന്നതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം ഇത് ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ, അതായത് ഒരു ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ആയതുകൊണ്ട് തന്നെ ഒരു 10-30 ഓർഡർ ബൾക്കായിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു വരുമാനം നേടാൻ പറ്റുന്ന ഡിസൈനും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിസൈൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചലഞ്ചസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മുടെ ലൈവ് സെഷൻ്റെ PDF പാറ്റേൺ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുക. നാളെ രാത്രി 8 മണിക്കുള്ള ലൈവ് സെഷൻ്റെ PDF ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.
താങ്ക് യു.